എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി കോർണർ. ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷായ ഷാഹി മട്ടർ പനീർ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന പോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പനീർ എടുത്തിട്ടുണ്ട്, 1 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, ഒരു 3 തക്കാളി, ചെറിയ തക്കാളി അല്ലെങ്കിൽ 2 വലിയ തക്കാളി, ഒരു സവാള, ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് കാഷ്യൂ പേസ്റ്റാണ്, ഫ്രഷ് ക്രീം, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്, ജീരകം, കസൂരിമേത്തി. നമ്മൾ പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡർ മതിയാവും. ഇനി നമുക്ക് ആദ്യം ഗ്രേവിക്കായിട്ടുള്ള സവാള എല്ലാം വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് നമുക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. അധികം ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് കളറൊന്ന് മാറി വരുമ്പം നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റഫായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വരണം. നല്ലപോലെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തക്കാളിയുടെ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് 2 ചെറിയ പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സവാളയെല്ലാം പെട്ടെന്ന് കുക്കായിട്ട് വരും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ്, മസാല പൊടികളാണ്. അപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണമെല്ലാം മാറുന്ന വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. നമുക്ക് കാണാം നമ്മൾ മസാലയെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വരുന്നുണ്ട്. അപ്പം സൈഡിൽ ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളകുണ്ട്, ചെറിയ പച്ചമുളകാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കാഷ്യൂ പേസ്റ്റാണ്. ഇത് നമ്മൾ ഒരു 10-12 കാഷ്യൂ എടുത്തിട്ടുണ്ട്. അതൊരു കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നല്ലപോലെ അരച്ചെടുത്തതാണ്. നമുക്ക് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കതൊരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇവിടെ അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് പാലാണ്. ഇത് നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് കൊടുക്കും. അപ്പം നമ്മുടെ നല്ലപോലെ ഒന്ന് പാലോടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി തിക്കാണ് ഒത്തിരി. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാള വഴറ്റുമ്പം ഉപ്പ് ചേർത്തതാണ്, നോക്കി വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. നമുക്ക് ഫ്രഷ് ഗ്രീൻ പീസും ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്യാത്ത ഫ്രഷ് പനീറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട്
നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാനൊരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഓൾറെഡി പാലും കാഷ്യൂ പേസ്റ്റ് എല്ലാം ചേർത്തുകൊണ്ട് തന്നെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബോയിലായി കഴിയുമ്പോൾ നമ്മുടെ കറി റെഡി ആവും. ഇപ്പം നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി റെഡിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റെല്ലാം കിട്ടുന്ന പോലെ വളരെ യമ്മി ആയിട്ടുള്ള കറിയാണ്. ഇത് ചപ്പാത്തി, നാൻ, റൊട്ടി എല്ലാത്തിനും കൂടെ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് കുറച്ച് മല്ലിയിലയും മേലെ കുറച്ച് ഫ്രഷ് ക്രീമും വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യാം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.